നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഒരുവിധ ആളുകൾക്കൊക്കെ മനസ്സിലായി കാണും. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഈ അണ്ടർപാസിൻ്റെ അടിയിൽ നിന്ന് വലത്തോട്ട് പോയാൽ വളാഞ്ചേരി ടൗണ്. അപ്പോൾ വളാഞ്ചേരി ടൗണിലെ ഗതാഗതക്കുരുക്കിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ദീർഘദൂര ചരക്ക് വാഹനങ്ങളുടെ പേടി സ്വപ്നമായ വട്ടപ്പാറ വളവിനെയും പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് വട്ടപ്പാറ വളവ് മുതൽ വളാഞ്ചേരി ഒനിയൻ പാലം വരെ നിർമ്മിക്കുന്ന 6 വരി ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, കാരണം അത്യാവശ്യം വർക്കുകൾ മാത്രം കാണിക്കണ നല്ല വേഗതയിൽ പോണ ഒരു വീഡിയോ ആണ്. പെട്ടെന്ന് തന്നെ ഈ ബൈപ്പാസിൻ്റെ വർക്കുകൾ മാത്രമേ ഇന്ന് കാണിക്കണുള്ളൂ. പിന്നെ ഒന്ന് പ്രധാനപ്പെട്ടൊരു വർക്ക് ഇവിടെ നടക്കുന്നത് ഈ വളാഞ്ചേരി ബൈപ്പാസിലെ ഏറ്റവും വലിയ പില്ലറിൻ്റെ ഹൈറ്റ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനതിൻ്റെ തറനിരപ്പിൽ നിന്നും റോഡ് വരെയുള്ള ഹൈറ്റ് 32 മീറ്ററാണ് എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും പുച്ഛിച്ചിരുന്നു. സുഹൃത്തുക്കളെ, 32 മീറ്റർ എന്ന് പറഞ്ഞാൽ 26 മീറ്ററോളം വരും പില്ലറ്, പിന്നീട് ഗർഡറും അതിൻ്റെ മുകളിലുള്ള ടാറിങ്ങും മൊത്തത്തിൽ വരുമ്പോൾ 32 മീറ്ററിൻ്റെ മുകളിൽ വരും. ഇത് 10 നില ബിൽഡിങ്ങിൻ്റെ ഉയരം ഉണ്ടാവും. അനക്കതെന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടാണോ തള്ളുന്നത് എന്നൊക്കെ ഇനി പല ആളുകളെയും കമൻറ്റ്. സുഹൃത്തുക്കളെ, ഇനിയിപ്പോൾ ഇതിലും നിങ്ങൾക്ക് ഉറപ്പ് വേണമെന്നുണ്ടെങ്കിൽ ടാപ്പ് എടുത്ത് ഇവിടെ വന്നിട്ട് അളന്നു നോക്കില്ലാതെ വേറൊരു നിർവാഹമില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ നമുക്ക് ഒരാൾ പറഞ്ഞത് വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽ NHAIൻ്റെ സൈറ്റിലുണ്ട്. നമുക്കതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള സൗകര്യം വരെ ഉണ്ട്. എന്നിട്ടും നമ്മളിത് പറയുമ്പോൾ കളിയാക്കുമ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അതാ ഇവിടെയൊക്കെ വെള്ളക്കെട്ടുള്ള ഭാഗങ്ങൾ ചതുപ്പ് നിലങ്ങളായതുകൊണ്ടൊക്കെ ഇവിടെ മണ്ണിട്ട് പൊന്തിക്കണതിന് വേറെ എന്തൊക്കെ ശാസ്ത്രീയമായ രീതികളൊക്കെ ഉണ്ട്. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊക്കെ പതിയെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ട അണ്ടർപാസ് മുതൽ ഈ പാലം വരെ, പാലല്ല, ഇതൊരു അണ്ടർപാസ്സാണ്. പാലുണ്ട്, അണ്ടർപാസും ഉണ്ട്. ഇത് ഏതാണെന്നുള്ളത് ഇത് അണ്ടർപാസ്സാണ്. അപ്പോൾ ഈ അണ്ടർപാസ് വരെ റോഡ് ഉയർന്നിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ വെറുതെ തള്ളിയിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്കൊക്കെ വേറെ വിവരങ്ങൾ കിട്ടാനുള്ള സംവിധാനമൊക്കെ എല്ലാവരും അടുത്തുണ്ടാവും. അപ്പം ഇന്ന് ആ പില്ലറിൽ, ഏറ്റവും ഉയരം കൂടിയ പില്ലറിലാണ് ഇന്ന് ഗർഡറുകൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ 11 ഞാൻ വട്ടപ്പാറ ബൈപ്പാസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അതിന് പിന്നീട് ഇപ്പോൾ ഏകദേശം ഒരു മാസം 10 ദിവസം 12 ദിവസമായി. അപ്പോൾ അതിന് പിന്നീട് ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിടുകയെന്നുള്ളത് നമുക്ക് കാണാം. നല്ല വേഗതയിലാണ് വട്ടപ്പാറ ബൈപ്പാസിൻ്റെ വർക്കുകൾ നടക്കുന്നത്. ഇപ്പോൾ മേലെ വട്ടപ്പാറ വളവിൻ്റെ ഭാഗത്ത് വരെ ഇപ്പോൾ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. റോഡൊക്കെ തിരിച്ചു വിട്ടിട്ടുണ്ട്. പിന്നെ ഗർഡർ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കി നടക്കുന്നുണ്ട് അവിടെ. കാരണം ഈ ഗർഡറുകൾ ഓരോന്നുണ്ടാക്കിയത് മുകളിൽ എടുത്തു വെച്ചിട്ടാണ് അടുത്ത ഗർഡറുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഒരുപാട് പകുതിയിലേറെ ഗർഡറും വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പകുതിയിലേറെ കോൺക്രീറ്റും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കൂടുതൽ സംസാരം കുറച്ചിട്ട് മെല്ലെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാം. വട്ടപ്പാറ ബൈപ്പാസിൽ താറാവുകൾ, താറാവുകൾ ഇഷ്ടംപോലെ താറാവുകളുണ്ട് കേട്ടോ. ഏതോ വീട്ടിൽ നിന്ന് കയറി വന്നതാവും.
അപ്പോൾ ആ മണ്ണിട്ട് ഇങ്ങനെ കയറ്റിനതാ അവിടെ നിന്ന് അങ്ങോട്ടാണ് വയഡക്റ്റ് പാലം ആരംഭിക്കുന്നത്. ഇത് അവിടുന്ന് വേണമെങ്കിൽ നമുക്കതിൻ്റെ മുകളിലേക്ക് ബൈക്ക് കയറ്റാം, പക്ഷേ ഒരു പരീക്ഷണത്തിന് നിൽക്കുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞാണ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ കണ്ടിങ്ങനെ പോകാം. പിന്നീട് സുഹൃത്തുക്കളെ, നമ്മുടെ കൊളപ്പുറം മുതൽ രാമനാട്ടുകര വരെയുള്ള ഏറ്റവും പുതിയ അപ്ഡേഷന് ഈ ആഴ്ചയിലെ അപ്ഡേഷൻ്റെ 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനം എൻഡ് സ്ക്രീനിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. പിന്നീട് കഴിഞ്ഞ തിങ്കളാഴ്ച മന്ത്രി മുഹമ്മദ് റിയാസ് ഇതിലൊക്കെ ഒരു പര്യടനം നടത്തിന്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു യൂട്യൂബ് ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ ഇതുപോലുള്ള വയഡക്റ്റ് പാലങ്ങളുടെ അടിയിൽ NH അതോറിറ്റിയുമായി ചർച്ച ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്, അഥവാ നമ്മളെ പാർക്കുകളോ അതേപോലെ തന്നെ ഷട്ടൽ കോട്ടുകൾ പോലത്തെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചർച്ച നടത്തുന്നു. അതിന് പരമാവധി സാധ്യതകൾ തേടുന്നു പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ കിലോമീറ്റർ കണക്കിന് കോട്ടക്കൽ ബൈപ്പാസ് ആയാലും അതേപോലെ തന്നെ വളാഞ്ചേരി ബൈപ്പാസ് ആയാലും വയഡക്റ്റ് പാലങ്ങൾ ഇഷ്ടം പോലെ ഇപ്പോൾ കേരളത്തിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിയിലുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും. അത് ടൂറിസത്തിനൊക്കെ നല്ല രീതിയിൽ വളർച്ച ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ്. എന്തായാലും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒത്തൊരുമിച്ചാണ് മുന്നോട്ട് പോണതെന്നാണ് അന്ന് റിയാസ് പറഞ്ഞത്. നിതിൻ ഗഡ്കരി കേന്ദ്രമന്ത്രിയും അതേപോലെ തന്നെ റിയാസ് സംസ്ഥാന മന്ത്രിയുമാണ്. അതിനൊന്നും ഇപ്പോൾ കുരു പൊട്ടിയിട്ട് കാര്യമില്ല. അതിനൊക്കെ പൊട്ടണ കുരുവുമ്മൽ മരുന്ന് തേക്കുക. കാരണം അതൊക്കെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്ത ആളുകളാണ്. കുറച്ച് കഴിയുമ്പോൾ ഒരു മാറി വേറെ ആളുകൾ വരും. അപ്പോൾ അതിൻ്റെ കാര്യം അങ്ങനെയാണ്. എന്തായാലും 5 കൊല്ലം മന്ത്രിസ്ഥാനം ഒരു പക്ഷേ മാറി വയ്ക്കാറും മന്ത്രിമാർ മാറി വയ്ക്കാറും. എന്തായാലും 5 കൊല്ലം ഇവർ രണ്ടാളും മന്ത്രിയായി തുടരാൻ തന്നെ സാധ്യത. ഒന്ന് തീരാനായി, ഒരാളത് പകുതിയായി. അപ്പോൾ അതിനൊന്നും കുരു പൊട്ടിയിട്ട് കാര്യമില്ല. അതൊക്കെ അങ്ങനെ തന്നെയാണ്. അവരൊക്കെ ഒത്തൊരുമിച്ച് തന്നെയാണ് എല്ലാ വികസനവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്റ്റേറ്റ് ഇടപെടേണ്ട പ്രശ്നങ്ങൾ NHൻ്റെ കാര്യത്തിലുണ്ടാവും. അതേപോലെ തന്നെ NH അതോറിറ്റി ഇടപെടേണ്ട പ്രശ്നങ്ങളുണ്ടാകും. അതൊക്കെ ഒത്തൊരുമിച്ച് തന്നെയാണ് എല്ലാ നാട്ടിലും നടക്കുന്നത്. കേരളത്തിലും അങ്ങനെ തന്നെയാണ്. അതിൽ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. നമുക്കത് വിടാം. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, എവിടെയൊക്കെ കോൺക്രീറ്റിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടോ. നമ്മൾ കഴിഞ്ഞ തവണ വന്നതിലും എത്രയോ മുന്നോട്ട് പോയിട്ടുണ്ട് വർക്കുകൾ. ഇനിയിപ്പോൾ അടുത്തൊരു 1.5 മാസം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഏകദേശം നമ്മുടെ വട്ടപ്പാറ വളവിൻ്റെ താഴെയുള്ള ഭാഗത്തൊക്കെ ഗർഡർ വെച്ച് തീർന്നു കാണും കേട്ടോ. പിന്നെ നല്ല ചാട്ടാണ് റോഡ്. കാരണം ഇവർ ഈ വലിയ ടോറസൊക്കെ കൊണ്ടുപോകുന്ന റോഡാണ്. ആയിക്കോട്ടെ നമ്മൾ ഈ സ്കൂട്ടറായിട്ട് പോണത്. എന്തായാലും വീഡിയോയിൽ നിങ്ങൾക്കത് അറിയാൻ പറ്റാത്ത കോലത്തിലൊക്കെ ഞാൻ ജിംബലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ അതാ കണ്ട ഈ ഭാഗത്ത് എത്തുമ്പോഴാണ്
പില്ലർ ഏറ്റവും കൂടുതൽ ഹൈറ്റുള്ള ഭാഗമാണ് ഇട്ടത്. അപ്പോൾ ഇത് ഇവിടുത്തെ ആളുകളോടൊക്കെ ചോദിച്ച അയൽവാസികളോടൊക്കെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് ഇപ്പോൾ ഗർഡർ പൊക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഹൈറ്റ് ഇവർ പറഞ്ഞ സൈറ്റ് എന്ന് പറഞ്ഞത് 28 മീറ്ററാണ് ഈ പില്ലറിൻ്റെ ഹൈറ്റ്. പിന്നീട് അതിൻ്റെ മേലെ ഗർഡറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏകദേശം 32 മീറ്ററിൻ്റെ മുകളിലേക്ക് പോകും. എന്തായാലും ഈ റോഡ് പണിൻ്റെ വീഡിയോ എടുക്കൽ തുടങ്ങിയതിന് ശേഷം ഇത്രത്തോളം ഹൈറ്റിലേക്ക് ഗർഡർ വെക്കുന്നത് ഇന്ന് ആദ്യമായിട്ട് കാണാം കേട്ടോ. ഇതാ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇതാ കണ്ട ഈ ഒരു 3 പില്ലറുകളാണ് ആ ഹൈറ്റുള്ളത്. അപ്പോൾ ഇവിടുത്തെ അയലക്കത്തെക്കാനായിട്ടൊക്കെ ഒരുപാട് നേരം സംസാരിച്ചിട്ടോ പല കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്ത്. അപ്പോൾ ഇക്ക തന്നതാണ് കൂടുതൽ വിവരങ്ങൾ. പിന്നെ ഇവിടെ ഇവരോട് ചോദിച്ച് ഇപ്പോൾ വർക്ക് നടക്കുന്നത് മേലെ കാര്യമായിട്ട് വർക്ക് നടക്കുന്നത് പില്ലറിൻ്റെ വർക്ക് എടുക്കുന്നത് മേലെ റോട്ടുമല കേട്ടോ. റോഡൊക്കെ മാറ്റി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തൊന്നും വട്ടപ്പാറ വളവിൽ വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ ഈ റോഡിൽ നിയന്ത്രണം വന്നതിന് ശേഷം കുറഞ്ഞു തന്നെ പറയാം. അങ്ങനെ മുകളിലെത്തി. അപ്പോൾ ഒരാൾ എന്തിനാണ് ഇത്ര ഹൈറ്റിൽ ഈ പില്ലറുകൾ നിർമ്മിക്കുന്നത് എന്നുള്ളൊരു ഡൗട്ട് ചോദിച്ചിരുന്നു ഒരു സബ്സ്ക്രൈബർ. അപ്പോൾ ആ സബ്സ്ക്രൈബറോട് പറയാനുള്ളത് ഇപ്പോൾ ഇത്ര ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ റോഡ് നിലവിൽ കടന്നു പോകുന്നത്. അപ്പോൾ ഈ വയഡക്റ്റ് പാലുണ്ടാക്കുന്നത് ഇറക്കം ഇല്ലാതാക്കാനാണ്, ഇറക്കം കുറക്കാൻ, കുത്തനുള്ള ഇറക്കങ്ങൾ കുറക്കാനാണ്. അപ്പോൾ ഇത്ര ഹൈറ്റുള്ള ഭാഗത്തുനിന്ന് വളാഞ്ചേരി ഒണിയൻ പാലം ഭാഗത്തേക്ക് റോഡ് സ്ലോപ്പാക്കി കൊണ്ടുപോകാനാണ് ഇത്ര ഉയരത്തിൽ ഇവിടെ എന്ത് ചെയ്യുന്നത് പില്ലറുകൾ അടിക്കണത്. അപ്പോൾ കണ്ട ഈ റോഡിൽ പില്ലറുണ്ട്. ഈ റോഡിലെ പില്ലർ ഏകദേശം 7 മീറ്ററിൻ്റെ മുകളിൽ ഹൈറ്റ് വേണം. എന്നാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളെ വളാഞ്ചേരി ഭാഗത്തേക്ക് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ 7 മീറ്ററും കൂടാതെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഹൈറ്റിൻ്റെ ഉയരം കൂടി വരുമ്പോൾ നല്ല ഹൈറ്റ് വരും. അതുകൊണ്ടാണ് അത്ര ഉയരത്തിൽ പില്ലറുകൾ വർക്ക് നടക്കുന്നത്. ഇനി ഈ ഭാഗത്തൊക്കെയാണ് പില്ലറുകൾ ഉണ്ടാക്കാനുള്ളത്. ഇപ്പോൾ റോഡിൽ ഈ സൈഡ് ഉണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്ത് ഇടത് ഭാഗത്താണ് ഇനി അടുത്ത പില്ലറിൻ്റെ വർക്ക് നടക്കാനുള്ളത്. അതങ്ങനെ ചെന്നിട്ട് നേരെ മുന്നിൽ കാണുന്ന ഈ പില്ലറോട് കൂടിയിട്ട് ആ വയഡക്റ്റ് അവസാനിക്കും. പിന്നെ ഈ സൈഡിൽ കൂടെ വന്നിട്ടാണ് റോഡ് ഇങ്ങോട്ട് കയറുക. പിന്നെ വീണ്ടും ഈ വളവ് കഴിയുമ്പോൾ വീണ്ടും റോഡ് ഇടത് ഭാഗത്തേക്ക് മാറും കേട്ടോ. ഇടത് ഭാഗത്തേക്ക് മാറിയിട്ട് അവിടെ നല്ല താഴ്ചയുള്ള ഭാഗമാണ്. അവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടത് ഭാഗത്ത് ഇപ്പോൾ വർക്കുകൾ നടക്കണേ കാണാം. നമ്മൾ സാധാരണത്തെ പോലെ തന്നെ കട്ട വെച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇപ്പോൾ കണ്ടെത്രയാണ് നമ്മുടെ വളാഞ്ചേരി ബൈപ്പാസിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകൾ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ചാനലിനെ ഒന്ന്
സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.